ഫ്രണ്ട്സ്, ഇന്നലെ നമ്മൾ പറഞ്ഞത് സൂഫിസത്തെക്കുറിച്ചായിരുന്നു. സൂഫിസം ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിസ്റ്റിക്കൽ ആൻഡ് സ്പിരിച്വൽ ഡയമെൻഷനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അതിൽ ഗോഡിനെയും അതേപോലെ ഗോഡും പേഴ്സണൽ കണക്ഷനും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൂഫിസത്തിൻ്റെ വേരുകൾ എട്ടാമത്തെ സെഞ്ചുറിയിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. 8th സെഞ്ചുറിയിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൂഫിസത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. എന്തൊക്കെയാണ് ലെയേഴ്സ് ഓഫ് സൂഫിസം എന്ന് നോക്കാം. ലെയേഴ്സ് ഓഫ് സൂഫിസം എന്തൊക്കെയാണെന്ന് നോക്കാം. സൂഫിസം എന്ന് പറയുന്നത് തന്നെ മൾട്ടി ഫേസറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് അതിലും ബഹുമുഖങ്ങളുണ്ട്. തരീക്കാസ് ആൻഡ് സ്കോളേഴ്സ്, സൂഫി ഓർഡറുകളെയാണ് നമ്മൾ തരീക്ക എന്ന് പറയുന്നത്. കുറേ ഡൈമെൻഷൻസ് ഓഫ് സൂഫിസം എന്ന് പറയുന്നത് ഈസോട്ടെറിക് ആൻഡ് മരീഫ എന്നുള്ളതാണ്. എന്താണ് എക്സോട്ടെറിക് എന്ന് നോക്കാം. എക്സോട്ടെറിക് എന്ന് പറയുന്നത് ശരിയ ആണ്. ശരിയ മീൻസ് ലോ ഓഫ് ഇസ്ലാം. ലോ ഓഫ് ഇസ്ലാം എന്ന് പറയുന്നത് ഡെയിലി പ്രേയേഴ്സ്, അതിന് നമ്മൾ സല എന്നാണ് പറയുന്നത്. അടുത്തത് സൗം, ഫാസ്റ്റിംഗ്, നോമ്പ് എടുക്കുന്നതിനാണ് സൗം എന്ന് പറയുന്നത്. ആംസ് ഗിവിംഗ് എന്ന് പറയുന്നത് സക്കാത്താണ്. അതേപോലെ മക്കയിലോട്ട് ഹജ്ജ് പോകുന്നത്, പിൽഗ്രിം ടു മക്ക ഈസ് ഹജ്ജ്. സലാത്ത്, സൗം, സക്കാത്ത്, സലാത്ത്, ഹജ്ജ്. ഇനി ഈസോട്ടെറിക് എന്താണ്? തരീക്ക ആൻഡ് ഹക്കീക്ക. അതാണ് ഈ ഒരു ഈസോട്ടെറിക് എന്ന് പറയുന്നത്. ദൈവമായിട്ടുള്ള ബന്ധം, ആ ഒരു ജേർണി എങ്ങനെയുള്ളതായിരിക്കണം എന്നുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു തരീക്ക എന്ന് പറയുന്നത്. പാത്ത് ടു ഗോഡ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ദിക്ർ എന്നാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആലോചിക്കാൻ വേണ്ടിയിട്ട്, ഓർക്കാൻ വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളിനെയൊക്കെയാണ് നമ്മൾ ദിക്ർ എന്ന് പറയുന്നത്. അടുത്തത് പ്യൂരിഫൈ സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സന്യാസ ജീവിതം പോലെ വളരെ പ്യൂരിറ്റിയോടെ കൂടി ജീവിക്കുക. അതേപോലെ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഇസ്ലാമിക് ഗൈഡൻസ് തരുന്ന ആളുകളിൽ നിന്ന് അത് പഠിക്കുക. സ്പിരിച്വൽ ടീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ, ഈ മദ്രസയിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ പോലെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അടുത്തത് ഹക്കീക്ക എന്നാണ്. ഹക്കീക്ക എന്ന് പറഞ്ഞാൽ ട്രൂത്ത് അല്ലെങ്കിൽ റിയാലിറ്റി എന്നാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. ട്രൂത്ത്, റിയാലിറ്റി, എന്താണ് സത്യം, സത്യസന്ധമായിട്ട് എങ്ങനെയാണ് ഗോഡിലേക്ക് എത്തുന്നത്, ഒരു ഗോഡിനെ പറ്റിയിട്ടുള്ള നോളജ് എങ്ങനെയാണ് വരുന്നത്. ഒരു ഗൂഢമായിട്ടുള്ള കാര്യമാണല്ലോ ഗോഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ, ഒരു മിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ്. അതിലേക്കുള്ള ഇൻസൈറ്റ്, അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻസൈറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ഹക്കീക്ക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ യൂണിറ്റി വിത്ത് ഡിവൈൻ. അപ്പോൾ ഡിവൈൻ ആയിട്ടുള്ള കാര്യങ്ങളിലൊരു യൂണിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. അടുത്തത് മരീഫ എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സൂഫിസം എന്നുള്ളതാണ് ഈ മരീഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ പറ്റിയിട്ടുള്ള നോളജ്, ഒരു മിസ്റ്റിക്കൽ നോളജ് നമുക്ക് ഉണ്ടാവുക ദൈവത്തെ കുറിച്ചിട്ടാണെങ്കിലും, അതേപോലെ അതിനെപ്പറ്റി റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എലമെൻറ്റ്സ് ഓഫ് മാൻ ആണ് അടുത്തൊരു ടോപ്പിക്. അത് ജസദാണ് ഫസ്റ്റ്. ജസദ് എന്ന് പറഞ്ഞാൽ ബോഡി അല്ലെങ്കിൽ കേജ് എന്നാണ്. ഈ ഫിസിക്കൽ ബോഡി ഒരു കേജിനകത്ത് ഇട്ടിരിക്കുകയാണ്. സ്പിരിച്വൽ പ്രാക്ടീസസിന് വേണ്ടി ബോഡി ഉപയോഗിച്ച് നമ്മൾ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഫിസിക്കൽ ബോഡീനെ ഉപയോഗിച്ചിട്ടാണ് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ബോഡി ശുദ്ധീകരിക്കാനും അതിനെ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ജസദ്, ബോഡി ഓർ കേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബോഡി ആക്ട് ആസ് എ വെസൽ ഫോർ സ്പിരിച്വൽ പ്രാക്ടീസസ് എന്നുള്ളതാണ്. അടുത്തത് നെഫ്സ് ആണ്. നെഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് എന്നാണ് അറബിക്കിൽ അർത്ഥം. അപ്പം നമ്മളെ ഒരു ഹയർ സ്പിരിച്വൽ ലെവലിലേക്ക് എത്തിക്കുന്നത് ഈ നെഫ്സ് ആണെന്നാണ് വിശ്വസിക്കുന്നത്. അതേപോലെ ഈ ഒരു നെഫ്സ് നമ്മളെപ്പോഴും പ്യുവറായിട്ടിരിക്കണം എന്നുള്ളതാണ്. കൽബ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് എന്നാണ്. ഹാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് സ്പിരിച്വൽ ഹാർട്ടാണ്. ഇവിടെ കൽബ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ഹാർട്ടാണ്. എല്ലാ ഇമോഷൻസിൻ്റെയും ഇൻറ്റൻഷൻസിൻ്റെയും എല്ലാ ഒരു ഇന്നർ ലൈഫിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഹാർട്ടായിട്ടാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. ഈ ഹാർട്ട് പ്യുവർ ആക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആകും. നമുക്കൊരു ഡിവൈൻ ആയിട്ടുള്ള സത്യം കണ്ടെത്താൻ കഴിയും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ ഒരു കൽബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് റൂഹ്. റൂഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾ എന്നാണ്. നമ്മളുടെ ഒരു ആത്മാവ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഓരോ മനുഷ്യനും ഉള്ളിലൊരു ഡിവൈൻ സ്പാർക്ക് ഉണ്ട്. ആ ഒരു ഡിവൈൻ സ്പാർക്കാണ് സോൾ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ ഒരു ബ്രീത്ത് എന്ന് പറയുന്നത് സോളാണ്. എല്ലാവർക്കും ആൾക്കാർക്കും ലൈഫ് കിട്ടുന്നത് സോളിലൂടെയാണ്. ഇറ്റ് ഈസ് ദ പ്യുവറസ്റ്റ് പാർട്ട് ഓഫ് ആൻ ഇൻഡിവിജ്വൽ എന്നാണ് സൂഫിസം പറയുന്നത്. ഈ ഒരു സോളാണ് അവസാനം ദൈവമായിട്ട് ഒന്നിച്ച് അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നാണ് സൂഫിസം പറയുന്നത്. നെക്സ്റ്റ് അക്കലാണ്. അക്കൽ എന്ന് പറഞ്ഞാൽ ഇൻ്റലക്റ്റ് എന്നാണ് അർത്ഥം. ഇൻ്റലക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്പിരിച്വൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ്, ശരി എന്താണ് തെറ്റെന്താണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ്, ഇതൊക്കെയാണ്. പിന്നെ ആസ്പെക്റ്റ് ഓഫ് ഹ്യൂമാനിറ്റി, റാഷണൽ ആസ്പെക്റ്റ് ഓഫ് ഹ്യൂമാനിറ്റി ആണ് അക്കൽ. ഓക്കെ, ഇനി ഓരോ ലെവൽസ് ഓഫ് നെഫ്സ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എലമെൻറ്റ്സ് ഓഫ് മാൻ എന്നുള്ള ഒരു ടോപ്പിക്കായിരുന്നു. അതിൽ നമുക്ക് വരുന്നത് എന്തൊക്കെയാണ്? ജസദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി അല്ലെങ്കിൽ കേജ്, നമ്മളുടെ ബോഡി, നമ്മളുടെ ഒരു ശരീരത്തിനാണ് നമ്മൾ ജസദ് എന്ന് പറയുക. നെഫ്സ് എന്ന് പറഞ്ഞാൽ സെൽഫാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആത്മാവാണ്. സോൾ, അതിനാണ് നഫ്സ് എന്ന് പറയുക. കൽബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ടാണ്. റൂഹ് എന്ന് വെച്ച് കഴിഞ്ഞാലും സോളാണ്. അത് പ്യുവറസ്റ്റ് പാർട്ട് ഓഫ് അവർ ബോഡിയാണ്. ആൻഡ് അക്കൽ എന്ന് പറഞ്ഞാൽ ഇൻ്റലക്റ്റ് ആണ്. താങ്ക് യു.